കണ്ടു കണ്ടു കണ്ടില്ല. ഇതിൽ കൂടുതൽ എന്നാ കാണാൻ കിടക്കുന്നു. കണ്ടു കണ്ടു കണ്ടില്ല. ഇനി മേലെ പ്രദേശത്ത് കണ്ടുപോരുത്. കണ്ടു കണ്ടു കണ്ടില്ല. ജോക്ക് ബ്ലാക്ക് ബനിന ആൻഡ് റെഡ് ക്യാപ് സൂപ്പർ കോംബോ ആണ് പ്ലീസ്. വൈ നോട്ട്? ക്യാപ്റ്റൻ മാർവലിന് സന്തോഷമായെന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എനിവേ ഇതിലും വെറൈറ്റി ലുക്കിലൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഈ ഒരു ഹെയർ സ്റ്റൈലിന് മാത്രം 2200 പ്രൈസായി. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഹെയർ കട്ട്. എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ ഒന്നായിരുന്നു ഇത്. സോ 2200 ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ മാറി ഞാൻ എൻ്റെ മുടി വെട്ടാനൊന്ന് നോക്കിയതാ, ഇവൻ ചതിച്ചതാ. ഇവൻ പിന്നെ ഒന്നും നോക്കിയില്ല, മൊത്തം അങ്ങോട്ട് മുട്ടയടിച്ചു. പിന്നെ ഇതെങ്ങനെ വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ 3-ലിട്ടൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോഴേക്കും അതും പോയി. പിന്നെ തൊടാനൊന്നും നിന്നില്ല. അതൊരു സ്റ്റൈലായിട്ട് പ്രഖ്യാപിച്ചു. എന്നാണേലും കൊള്ളാമല്ലേ? ലൈൻ എങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ ലൈൻ നമ്മൾ ഇങ്ങനെ 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 ഞാൻ തന്നെ ചെയ്താണ്. ആകാശ് ഞാൻ ബിരിയാണി മേടിച്ച് കഴിച്ചു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ മറക്കാതെ എല്ലാരും വെച്ചോളൂ. ഫേമസ് ആയ നടി മമിത ബൈജു എനിക്കൊരു അനിയത്തിയെ പോലെയാണ്. വന്ന് കേറി രാവിലെ തന്നെ മമിത ബൈജു. എടാ നാളെ അവള് ശശിക്കാന്ന് പറയടാ. ഇനി എനിക്ക് യഥാർത്ഥ ജീവിതത്തിൽ അനിയത്തിയില്ല. നിനക്ക് തന്തയില്ല. എനിക്ക് ജനിക്കാതെ പോയ, എനിക്ക് ഉണ്ടാവാതെ പോയ ഒരു അനിയത്തിയാണ്. നിനക്കുണ്ടാവാനായിട്ട് നിനക്കുണ്ടാക്കാനുള്ള കഴിവുണ്ടോ? പ്രേമലൂടെ വയലായ മമിത ബൈജു. ഇനി രാത്രി 12 മണി കഴിയുമ്പോഴേക്കും മമിത ബൈജു ശശിയാണ്. എനിക്ക് ഇഷ്ടമാണ്. കല്യാണം കഴിച്ച കൊള്ളാവുന്നുണ്ട്. എനിക്ക് ഉണ്ടാവാതെ പോയ ഒരു അനിയത്തിയാണ്. കൊണ 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 എച്ചു പടാ. ഹായ് മാലിനി. പടാ മാലിന്യം. കൃഷ്ണൻ. കഷ്ടം சொல்லியாகணும். മിണ്ടരുത്. நீ அவ்வளவு அழகு. നീ എന്തൊരു അഴുക്കാടാ. இங்க எவனும் இவ்வளவு அழகா ஒரு എന്നാടാ ഉദ്ദേശിച്ചേ? ക്യൂട്ട്നെസ് വാരി മെഴുകുവാണല്ലോ നീ. ഈ സുണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഞാൻ മാസമായോ? എന്നതാ ഉദ്ദേശിച്ചേ? എന്റെ ചെപ്പിടട്ടെ ഞാൻ. இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. அழகா பார்த்திருக்க மாட்டாங்க. I'm in love with you. മുന്തിനം പാർത്തേനെ. മുന്തിനം വാർത്തയല്ല, മുന്തിനം കൊണ തന്നെ. മുന്തിനം പാർത്തേനെ. എന്നെ പാത്താ നിന്നെ ചെറുപ്പാല അടുപ്പേ. കണ്ടു കണ്ടു. നമ്മളിവിടെ എന്തൊക്കെയാ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ്? നമുക്ക് ഇങ്ങ ഇഡ്ഡലി, ദോശ, അപ്പം, ഇടിയപ്പം. ഇഡ്ഡലി, ദോശ, അപ്പം, ഇടിയപ്പം, പൂറി. എന്നാ എനിക്ക് 2 പ്ലേറ്റ് പൂറി. ഹായ് മാലിനി. ഓടാ മാലിന്യം. എടാ പരമശിവ കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളി നേരിട്ടിട്ടുണ്ട്. ഞാനും 2-3 വർഷമായി ഈ റിയാക്ഷൻ തുടങ്ങിയിട്ട്. ഇതുപോലെ കുറെ വെല്ലുവിളികൾ ഞാനും നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് സഹിക്കുന്നതിലപ്പുറ. ഇനി നിന്നോടല്ല അങ്ങനെ തന്നെ. നീ വേണ്ട സമയം കുറിച്ചിട്ടു. സമയമില്ല. നാളെ രാത്രി 9-10 വാള ചെക്ക് പോസ്റ്റിൽ സ്പീറ്റ് എടുത്തിരിക്കും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ? അടി സക്കേ അടി ഫുണ്ടേ. പരമശിവം. ഈ പരമനാർക്കൊക്കെ ഇൻസുരാൻ കൊണ്ടുണ്ടായി കൊടുത്ത് തമാശക്കാണ് കേട്ടോ. കരിയാക്കല്ലേ. ഇനി സീരിയസ് ആയിട്ട് എടുത്താലും എനിക്കൊരു തേങ്ങയില്ല. പരമശിവം. പരമശിവം പരമാണോ? റൺവേ ഇടവഴി, റൺവേ പഞ്ചായത്ത് റോഡ്. പരമശിവം പരമത. ഹായ് മാലിനി. ഓടാ മാലിന്യം. പിന്നെ ഞാൻ ഈ ഫോട്ടോസ് ഇടുന്നത് ആരും കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ശരി ശരി ശരി. മറ്റുള്ളവരെ പോലെ റീൽസ് ചെയ്ത് വലിയ കെട്ട ആളാകുന്നത് എനിക്ക് ഇഷ്ടമില്ല. റീൽസ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാനായിട്ട് ആഗ്രഹമില്ല. ഇപ്പൊ ചെയ്തിരിക്കുന്നതിന്റെ പേരാണ് റീൽസ്. പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരെ പോലെ റീൽസ് ചെയ്ത് 10-62 റീൽസ് അക്കൗണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുക മറ്റുള്ളവരെ പോലെ റീൽസ് ചെയ്ത് കിഡു. ഹായ് മാലിനി. ഓടാ മാലിന്യം. പൊക്കോ ആ വഴി പൊക്കോ. പോയാ? അല്ലേ വേണ്ട, ഞാൻ പൊക്കോളാം. ആ കൈ ഉണ്ടായില്ലെങ്കിൽ ആരും കൂടെ ഉണ്ടാവല്ലേ. ഹായ് മാലിനി. ഓടാ മാലിന്യം. അവളെ എഴുന്നേറ്റാ വീണിട്ട്. അവൾ എങ്ങനെയാ വീണ? ആ വീണ കഥയൊന്ന് പറഞ്ഞുതരാവോ? ആ വീണവളുടെ അടിയന്തരം അടുത്ത വെള്ളിയാഴ്ച 12:30 വീട്ടുവളപ്പി വെച്ച്. ഞങ്ങളുടെ ചങ്കാണ്. ആരാവതൂരി പങ്കാളി. അവതാരം
കൊല നടക്കുകടാ മിക്കവാറും. പുലി വിറച്ച് ഇപ്പൊ പനി പിടിച്ച ഐസിയില്. ഹായ് മാലിനി. ഓടാ മാലിന്യം. ഓരോരോ ഫാഷനെ നല്ല വെറുപ്പീരായിട്ടുണ്ട്. ആരാണെന്നറിയാൻ ഇവൻ പോലീസ് പരാതിപ്പെട്ടതിനോ? എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. ആ വലിയ മനുഷ്യന്റെ ഭാര്യ ഞാൻ. മണിക്കൂർ രണ്ടായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനാ ചോദിക്കുന്നത്, ആരാ നീ? സാറായിരുന്നോ? സാർ ഏത് സ്റ്റേഷനിലെയാ? എന്തിനാ അത് മുട്ടാൻ പോയത്? മുട്ടാൻ വന്നു കഴിഞ്ഞാൽ കക്കൂസി പോണം. ആരാണ് ഇവന്റെ മണിയറ വാതിൽ മുട്ടിയത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വന്നത്. അമ്മ പറഞ്ഞ് ഇറങ്ങിപ്പോടാ ഇരപ്പ ഇവിടെ നിന്നു. എന്തിനാണ് ഞങ്ങളെ ചങ്കി ഇങ്ങനെ വരയ്ക്കണത്? ലോകം തീർന്നതാ, ഓൾറെഡി ലോകം തീർന്ന്. ഇനി നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് എന്നാണെങ്കിലും കൊള്ളാം. ഒരു രസമുണ്ട് കേട്ടിരിക്കാൻ. കൂടെ ഒന്നും കൂട്ടാൻ കൊള്ളാത്ത പോലുമില്ല നിന്നെ. മഴവിൽ ചന്തം, മഴവിലല്ല മഴവിൽ ചന്തം. മലയാളം മര്യാദക്ക് പഠിക്കാര, ഫുൾ ഇംഗ്ലീഷ് മീഡിയം ആയിപ്പോയി. ആർക്കോ കാര്യമായിട്ട് കൊണ്ടെന്ന് തോന്നുന്നു. ഹായ് മാലിനി. ഓടാ മാലിന്യം. കിങ് ഓഫ് കൊത്ത, കിങ് ഓഫ് കൊത്ത രാജു. ഹായ് മാലിനി. ഓടാ മാലി. അറിഞ്ഞില്ല. മലം കവർന്നു. കണ്ണപ്പി കേക്കല്ലേ രാധേ, കേക്കല്ലേ പ്ലീസ്. എന്തിന്റെ കേടാവോ, എന്തിന്റെ കേടാവോ, എന്തിന്റെ കേടാവോ പെണ്ണിന്, എന്തിന്റെ കേടാവോ. അത് തന്നെ നമുക്കും ചോദിക്കാനുള്ള. എന്തിന്റെ കേടാ ശരിക്കും? ലോകം തീരാറായി, തീർന്നുകൊണ്ടിരിക്കുന്നു. മുല്ലപ്പിലാർന്ന് പൊട്ടിയിരുന്നെങ്കിൽ. ഹായ് മാലിനി. ഓടാ മാലിന്യം. ആ കോണിലേക്ക് മാറിയിരിക്കും. ആ അമ്പിളി ഇപ്പൊ മിന്നലൊക്കെ നിർത്തി. സംസാരിക്കില്ല, ഒന്നിനും വരില്ല ഞാൻ. ചോരക്കൺമുയൽ എന്തിന്റെ കുഞ്ഞത്? നീലത്തുരുത്തില് ആമ കുഞ്ഞനോ, ആമനെ വെട്ടി കറി വെച്ച്. ആമ കുറുമ്പനെന്ന് പെക്കടി വെടി നെഞ്ചത്ത്. നെഞ്ചത്ത് വിത്തിലെ ചെല്ലവുമായി താനേ വലിഞ്ഞു കീറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. അവിടെ തന്നെ പതുങ്ങിയിരുന്നു. വേണ്ട വേണ്ട, അവളുടെ വേണ്ട, അവളുടെ വേണ്ട. മടുത്ത് മടുത്ത്. യൂ, അടുത്ത് നോക്കട്ടെ. എനക്കൊരു കുറ്റി പുട്ടെടുക്കട്ടെ. ഞാൻ തിന്നടാ. ഇവൻ പൊളി തന്നെ. വയ്യാറായടാ മോനെ. ആരെങ്കിലും പുട്ട് കൊടുക്കണ ഈ പട്ടിക്ക്. ചുട്ട് കൊല്ലും പട്ടി തണ്ടി.
സംഭവമൊക്കെ കൊള്ളാം, ഒരു രസമുണ്ട് വെറുപ്പിക്കലാണെങ്കിലും അല്ലേ. മാനമേ ആ ഓ എന്റെ അമ്മേ കത്തി കത്തി കത്തി. രാവിലെ തന്നെ പണിക്ക് പോവാണ്ട് ഹായ് മാലിനി. ഓടാ മാലിന്യം. തള്ളേനെ വരെ കൊന്ന് കണ്ടന്റ് ആക്കുന്ന ടീംസാണ് നോർത്തില്. അത് ഒന്നാമത് ശ്വാസമില്ലാണ്ട് ഇടയ്ക്ക്, അതിന്റെ ഇടയ്ക്ക് അവന്മാരുടെ കൊണവത്തിക്കാരെ ഇറങ്ങി പോടാ. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകാം ഗൈസ്. നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു അഭിപ്രായം തോന്നിയത് ഇതിനകത്ത് എന്തോ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ലൈക്ക് റീവർബിൻ്റെ എന്തോ ഒരു ഫിൽറ്റർ. അതില്ലാണ്ട് തന്നെ നല്ല സൗണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതില്ലാതെ തന്നെ പാടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്ക് നന്നായിട്ട് പാടി. കീപ് ഗോയിങ്. ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ലിങ്കും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടാഗ് ചെയ്താലും മതി. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. ബൈ ഫോർ നൗ.